സുധാകരനോടാണോ കളി? ഈ കളിയൊക്കെ കെ സുധാകരൻ എത്ര കണ്ടതാണ്? ഇതിനേക്കാളും വലിയ കളികൾ കണ്ട് വളർന്നവനാണ് കെ സുധാകരൻ. അതുകൊണ്ട് ഈ കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇതാണ് കെ സുധാകരൻ്റെ അനുയായിയോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി. അതേസമയം വി ഡി സതീശൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും അനുയായികളോട് ചോദിച്ചാൽ അവർ പറയും, കെ സുധാകരൻ ആ കളിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, അതങ്ങ് കണ്ണൂരിൽ വെച്ചാൽ മതി. കണ്ണൂരിലെ രാഷ്ട്രീയമല്ല തിരുവനന്തപുരത്തെ രാഷ്ട്രീയം, കണ്ണൂരിലെ രാഷ്ട്രീയമല്ല കേരളത്തിലെ രാഷ്ട്രീയം. അതുകൊണ്ട് ആ കളിയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നടക്കില്ല, അത് തടയുക തന്നെ ചെയ്യും, അത് അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. ഇതാണ് വി ഡി സതീശൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും അനുയായികൾ പറയുന്നത്. സംഭവം മറ്റൊന്നുമല്ല, കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തർക്കം തുടരുകയാണ്. ഒരു സംശയം വേണ്ട, കെ പി സി സി പ്രസിഡന്റ് ആരാണ്? കെ സുധാകരനാണ്. കെ സുധാകരൻ ഇലക്ഷൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ താൽക്കാലികമായി കെ പി സി സിയുടെ ചുമതല, കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല എം എം ഹസനെ ഏൽപ്പിച്ചിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞു, സ്വാഭാവികമായും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരന് തിരിച്ചു കൊടുക്കണം. അത് കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുവാനാണ് വി ഡി സതീശനും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കഴിയുന്നതുവരെ താൽക്കാലികമായി കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല എം എം ഹസൻ വഹിക്കും എന്നാണ് കേന്ദ്രത്തിൽ നിന്ന് വന്ന നിർദ്ദേശം. അതനുസരിച്ചാണ് താൽക്കാലിക പ്രസിഡന്റായി എം എം ഹസൻ തുടരുന്നതും. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞു, അപ്പോൾ സ്വാഭാവികമായും എം എം ഹസന്റെ കാലാവധി തീരും. പകരം വരേണ്ടത് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ തന്നെയാണ്. ആ ചുമതല ഏറ്റെടുക്കണം. പക്ഷേ അത് പറ്റില്ല, നീട്ടിക്കൊണ്ടുപോവുക, കെ സുധാകരനെ എങ്ങനെയെങ്കിലും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുക. ഇതാണ് വി ഡി സതീശന്റെയും വി ഡി സതീശനെ അനുകൂലിക്കുന്നവരുടെയും ഒരു നീക്കം. എന്നാൽ അതൊന്നും ഇവിടെ നടക്കില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. കെ സുധാകരൻ 4-ാം തീയതി കെ പി സി സി പ്രസിഡന്റായി ചുമതലയേൽക്കും. എല്ലാ കളികളും പൊളിച്ച്, വി ഡി സതീശന്റെ എല്ലാ നീക്കങ്ങളും പൊളിച്ച് കെ സുധാകരൻ 4-ാം തീയതി ചുമതലയേൽക്കുമെന്ന് AICC നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ AICCയുടെ പ്രതിനിധി, കേരളത്തിന്റെ ചുമതലയുള്ള പ്രതിനിധി ദീപാദാസ് മുൻഷിയെയും അറിയിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തിനാണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി നിർത്താൻ ഇത്തരം നീക്കങ്ങൾ വി ഡി സതീശൻ നടത്തുന്നത്? വി ഡി സതീശന്റെ ചൊൽപ്പടിക്ക് കെ സുധാകരൻ നിൽക്കില്ല എന്ന്. കെ സുധാകരന്റെ ചില പ്രസ്താവനകൾ അത് വലിയ ചർച്ചയായി മാറിയിരുന്നു കേരളത്തിൽ. പ്രത്യേകിച്ച് UDF മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകൾ പലപ്പോഴും കെ സുധാകരൻ നടത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് RSSുമായി ബന്ധപ്പെട്ട് RSSന്റെ ശാഖകൾക്ക് സംരക്ഷണം നൽകാൻ ഞാൻ കുട്ടികളെ അയച്ചിരുന്നു, അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ BJPയിലേക്ക് പോകും, നിങ്ങളാരാണ് അത് ചോദിക്കാൻ, തുടങ്ങിയ പ്രസ്താവനകളൊക്കെ ഒരു BJP അനുകൂല മനസ്സുള്ള ആളാണ് കെ സുധാകരൻ എന്ന ചർച്ച UDF ഉണ്ടാക്കുകയും മുസ്ലിം ലീഗിൽ അത് വലിയ അതൃപ്തിക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ ആ സ്ഥാനത്ത് തുടരേണ്ടതില്ല എന്ന ഒരു പൊതു തീരുമാനത്തിലേക്ക് വി ഡി സതീശൻ എത്തുകയും ചെയ്തത്. കെ സുധാകരൻ ഇത്തവണ കണ്ണൂരിൽ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്, മത്സരിക്കുന്നില്ല എന്ന് അധികം പരസ്യമായി പ്രഖ്യാപിച്ചതുമാണ്. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കണം, കെ സുധാകരൻ മത്സരിച്ചാലേ ജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കെ സുധാകരനെ നിർബന്ധിച്ച് കണ്ണൂരിൽ മത്സരിപ്പിക്കുകയായിരുന്നു കെ പി സി സി നേതൃത്വവും AICC നേതൃത്വവും. അതിൽ കെ സി വേണുഗോപാലിന്റെ പങ്ക് വളരെ വലുതാണ്. അങ്ങനെ കണ്ണൂരിൽ മത്സരിപ്പിച്ച് 20 സീറ്റുമാണ് ലക്ഷ്യം. അതുകൊണ്ട് കണ്ണൂർ തോറ്റുപോകരുത്, കെ സുധാകരൻ തന്നെ വേണം എന്നായിരുന്നു AICCയുടെ നിർദ്ദേശം. ആ നിർദ്ദേശത്തിന് വഴങ്ങിയാണ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചത്. എന്നാൽ കണ്ണൂരിലേക്ക് കെ സുധാകരനെ മത്സരിപ്പിക്കുന്നതിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ പി സി സി നേതൃസ്ഥാനത്ത്, കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ ഉണ്ടാകരുത് എന്ന ആഗ്രഹം വി ഡി സതീശനുണ്ടായിരുന്നു. കാരണം വി ഡി സതീശന്റെ കയ്യിലേക്ക് കാര്യങ്ങൾ മുഴുവൻ വരണം. കാരണം സർക്കാരിന് എതിരായ ഒരു വികാരമുണ്ട്, അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അതെല്ലാം കൂടി കണക്കെടുക്കുമ്പോൾ വൻ വിജയം UDF ഉണ്ടാകും. ആ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ തനിക്ക് വേണം. അതാണ് വി ഡി സതീശന്റെ നീക്കം. അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിൽ തൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ വി ഡി സതീശന് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ ഈ നീക്കങ്ങളെല്ലാം നടത്തിയത്. പക്ഷേ അങ്ങനെ എളുപ്പത്തിൽ നടക്കില്ല. ചില നീക്കങ്ങളൊക്കെ രമേശ് ചെന്നിത്തല അതിനിടയിലൂടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ഇലക്ഷൻ പ്രചാരണ സമിതിയുടെ ചെയർമാനായി രമേശ് ചെന്നിത്തല വന്നു. ഇനി അഥവാ ജയിച്ചു കയറിയാൽ അത് എൻ്റെയും കൂടി ഇടപെടലിന്റെ, എൻ്റെ പ്രചാരണത്തിന്റെ ശക്തിയാണ് എന്ന് വാദിക്കാൻ രമേശ് ചെന്നിത്തല കഴിയും. ഒരു ശത്രുവിനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വി ഡി സതീശന്റെ നീക്കങ്ങൾ പൊളിക്കാൻ ഒരാൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്, അത് രമേശ് ചെന്നിത്തലയാണ്. ആ രമേശ് ചെന്നിത്തല കെ സുധാകരനെ പിന്തുണയും അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എം എം ഹസൻ താൽക്കാലിക പ്രസിഡന്റ് മാത്രമാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ അദ്ദേഹം മാറും. കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ തന്നെ വരും എന്ന് രമേശ് ചെന്നിത്തല പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയും കെ സുധാകരൻ തമ്മിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്. മറുപുറത്ത് വി ഡി സതീശനും ചിലപ്പോൾ ഒരു പരിധിവരെ കെ സി വേണുഗോപാൽ വി ഡി സതീശനോടൊപ്പം നിൽക്കാനാണ് സാധ്യത. ഏതായാലും വലിയ കളികൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി നിർത്താനുള്ള നീക്കങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. 4-ാം തീയതി
KPCC പ്രസിഡന്റായി കെ സുധാകരൻ ചുമതലയേൽക്കും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ചുമതല ഏൽക്കുമെന്ന് അറിയിച്ചുകൊണ്ട് AICC നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് കെ സുധാകരൻ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി പൊളിഞ്ഞു വീണിരിക്കുന്നു VD സതീശന്റെ നീക്കങ്ങൾ. ഏതായാലും ഇനിയും VD സതീശനും കെ സുധാകരനും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഏറ്റുമുട്ടലിൽ VD സതീശന് ആരൊക്കെ പിന്തുണ നൽകും? ഒരു സംശയവും വേണ്ട, കെ സുധാകരന്റെ പിന്തുണയുമായി രമേശ് ചെന്നിത്തല ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ VD സതീശന്റെ തലയിൽ കെട്ടിവെക്കുകയും, കെ സുധാകരൻ പ്രചരണ രംഗത്തുണ്ടായിരുന്നില്ല, കണ്ണൂരിൽ മാത്രമാണ് അദ്ദേഹം മത്സരിച്ചത്, അതുകൊണ്ട് കേരളത്തിലെ പൊതുകാര്യങ്ങൾ ഞാൻ ഇടപെട്ടിരുന്നില്ല എന്ന് പറയാൻ കെ സുധാകരന് കഴിയുകയും ചെയ്യും. എന്നാൽ VD സതീശന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. അങ്ങനെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ VD സതീശന്റെ തലയിൽ കെട്ടിവെക്കുകയും VD സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യുക, അവിടത്തേക്ക് രമേശ് ചെന്നിത്തല വരിക. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കളികളുടെ ഓരോരോ ലക്ഷ്യങ്ങൾ. ഓരോ നേതാക്കൾക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം, ഏറ്റുമുട്ടൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ സജീവമാകും എന്ന് തന്നെ വേണം കരുതാൻ.